പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. നമുക്കായി പാതിരാത്രിയിൽ കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി ജനിച്ച ഉണ്ണീശോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ടിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ അസ്വസ്ഥതകൾ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ആകുലതകൾ, അകാരണ ഭയങ്ങൾ, മാരക രോഗങ്ങൾ, വലിയ കടബാധ്യതകൾ, തൊഴിൽ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, കല്യാണ തടസ്സങ്ങൾ, ശത്രുദോഷങ്ങൾ, ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ എല്ലാം ഈ ക്രിസ്മസ് ദിനത്തിൽ അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഉണ്ണീശോ ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് മോചനം തരാൻ വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം, ജഡികാസക്തികളിൽ നിന്നുള്ള മോചനം, നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനം, നമ്മുടെ തകർച്ചകളിൽ നിന്നുള്ള മോചനം, നമ്മുടെ ആത്മീയ മന്ദതകളിൽ നിന്നുള്ള മോചനം, നമ്മളെ പ്രകാശമുള്ളവരാകാൻ, സമാധാനമുള്ളവരാകാൻ, സന്തോഷമുള്ളവരാകാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ ഉണ്ണിയേശുവിനെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ബോബി അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് നാളെങ്കിലും ആ ഉണ്ണിയേശുവിനെ പോലെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക, ആ ഉണ്ണിയേശുവിനെ പോലെ വർത്തമാനം പറയാൻ, ആ ഉണ്ണിയേശുവിനെ പോലെ മറ്റുള്ളവരോട് ഇടപെടുക, ആ ഉണ്ണിയേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ആ ഉണ്ണിയേശുവിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ആ ഉണ്ണിയേശുവിനെ പോലെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടാൻ, ആ ഉണ്ണിയേശുവിനെ പോലെ ജ്ഞാനത്തിലും വിജ്ഞാനത്തിലും വളരാൻ, ആ ഉണ്ണിയേശുവിനെ പോലെ പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം. അപ്പം കുറച്ച് നാളുകളെങ്കിലും നമുക്ക് ഉണ്ണിയേശുവിനെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കാം. അപ്പോഴേ ബോബി അച്ഛൻ പറയുന്നുണ്ട്, അപ്പോഴാണ് വാക്ക്, വേർഡ് ബിക്കെയിം ഫ്ലെഷ്, വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് വചനമാകുന്നത് അപ്പോഴാണ്. നമ്മൾ വായിക്കുന്ന സുവിശേഷം, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മൾ ഉണ്ണിയേശുവിനെ പോലെ കുറച്ച് നാളുകളെങ്കിലും ജീവിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നാളങ്ങനെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറും. അങ്ങനെ മാറട്ടെ. അപ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മബലവും ശക്തിയും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വചനമാണ്. ഇന്ന് ക്രിസ്മസിൻ്റെ വചനമാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് വേണ്ടി മാംസം ധരിച്ചു. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തിന്
വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച ഉണ്ണിയേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, പൈശാചിക ശക്തികളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, മാനവവംശത്തെ പാപത്തിൽ ആഴ്ത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ആത്മഹത്യകൾക്ക് അടിമപ്പെടുത്തുന്ന, നിരാശയ്ക്കും ഇരുളിലും ഇരുട്ടിനും അടിമപ്പെടുത്തുന്ന ദുരാത്മാക്കളെ, ഇന്ന് കർത്താവായ യേശുവിൻ്റെ വിജയ ദിവസമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ഈ മക്കൾക്ക് സംരക്ഷണമാകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഈ മക്കൾക്ക് സംരക്ഷണമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളുടെ ജീവിതത്തിൽ നിന്ന് തീരാവ്യാധികളും ദുഃഖങ്ങളും പാപങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും ആസക്തികളും അപകടങ്ങളുണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ എല്ലാ തിന്മകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ജനുവരി 8, 9 തീയതികളിൽ അനവധി പേര് അച്ഛനെ കാണാനായിട്ട് ആഗ്രഹിച്ച് ടെലിഫോണൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ ആ 2 ദിവസം രാവിലെ 9 മണി മുതൽ ഉച്ചവരെ അച്ഛനെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ജനുവരി 13 തീയതിയാണ് അച്ഛൻ്റെ ശുശ്രൂഷ ഈ ദേവാലയത്തിൽ ആരംഭിക്കുന്നത്. അന്നേ ദിനവും വൈകുന്നേരം ഈ ശുശ്രൂഷയ്ക്ക് വരുന്നവരെ അച്ഛൻ 4 മണി മുതൽ അവരെ ഒരു 6 മണി വരെ കാണുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, 5:30 മണിക്ക് ഇവിടെ കുർബാനയുണ്ട്. തുടർന്ന് അച്ഛൻ്റെ ശുശ്രൂഷയാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ്, അത്ഭുത തിരുശേഷിപ്പും വണങ്ങാനുള്ള വലിയ സൗകര്യം ഒരുക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.